ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ എസിൻ്റെ തിയറി പോർഷൻസ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ഓരോന്നിനും ഒരു പ്രോബ്ലം 2 പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പ്രോബ്ലം, സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ പ്യുവർ റെസിസ്റ്റൻസ് 10 ഓം ഉണ്ട്. അതിൽക്കൊരു AC 230 വോൾട്ട് 50 ഹെർട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറണ്ട്, പവർ, ഇക്വേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് കാണണം. അപ്പോൾ AC ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ടത് കറണ്ട് എന്ന് പറഞ്ഞാൽ V/Z ആണ്. V/R അല്ല, V/Z. അത് മനസ്സിലാണ്ട് ഉറപ്പിക്കാം. പക്ഷെ ഇവിടെ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആയതിനെ കൊണ്ടാണ് I = V/R വന്നത്. കാര്യം Z = R ഹിയർ. ബിക്കോസ് ഒരു 10 ഓം റെസിസ്റ്റൻസ് മാത്രമാണ് ഈ സർക്യൂട്ടിലുള്ളത്. അപ്പൊ കറണ്ട് എത്രയായിരിക്കും? 230. ആ തന്ന 230 പ്രോബ്ലത്തിൽ തന്നത് അൺലെസ് സ്പെസിഫൈഡ്, ഒന്നും പറയാതെ ഒരു വോൾട്ടേജ് തരികയാണെങ്കിൽ അത് RMS വാല്യൂ ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മളെ കറണ്ട് എന്ന് പറയുന്നത് V/Z, അല്ലെങ്കിൽ ഇവിടെ Z = R, = 230/10. അപ്പൊ 223 ആംപിയർ കിട്ടും. ഇനി അടുത്തത് പവർ. പവർ എന്ന് പറഞ്ഞാല് V/I ആണ്. അപ്പൊ V × I എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 ആണ്, കറണ്ട് 23 ആണ്. അപ്പൊ നമുക്ക് പവറും കിട്ടി 5/290. ഇനി V, വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Vm sin ωt. ഐന്റെ ഇക്വേഷൻ എന്താ? Im sin ωt. കാര്യം റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ആകുമ്പോൾ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. അപ്പൊ Vm എന്ന് പറഞ്ഞാൽ എന്താണ്? Vm എന്ന് പറഞ്ഞാൽ V × Vrms × √2. അപ്പൊ 230 × √2 325.2 കിട്ടി. അതുപോലെ Im എന്ന് പറഞ്ഞാൽ I × Irms × √2. I നമുക്ക് 23 കിട്ടിയിട്ട് ഇൻറ്റു √2 ചെയ്യുമ്പോൾ അതും കിട്ടി. അപ്പൊ പിന്നെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? Vm sin ωt. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πft. അപ്പൊ 2π എന്ന് പറഞ്ഞാൽ 2 × 3.14 പൈ f എന്ന് പറഞ്ഞാൽ 50. പിന്നെ ടി തന്നെ. അപ്പൊ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? Vm നമുക്ക് എത്ര കിട്ടിയത്? 325.2. അപ്പൊ 325.2. പിന്നെ Im എത്ര കിട്ടിയ? 32.5. അപ്പൊ Vrms V = Vm sin ωt, I = Im sin ωt. ഒരു പ്രോബ്ലം കഴിഞ്ഞു. അടുത്ത ഇതുപോലെ എന്താണ്? 318 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടാണ്. അപ്പൊ നമുക്കറിയാം I = V/Z ആണ്. പക്ഷെ ഇവിടെ Z എന്ന് പറഞ്ഞാല് കപ്പാസിറ്റൻസ് മാത്രമായതുകൊണ്ട് Z = C അല്ല കേട്ടോ. അതെപ്പോഴും തെറ്റിക്കും. അവിടുത്തെ റിയാക്ടൻസ് ആണ് XC. XC എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2πfc. അപ്പൊ നമ്മൾ ആദ്യം XC കാണണം, 1/2πfc. പിന്നെ ഈ കപ്പാസിറ്റൻസ് തന്നിട്ടുള്ളത് ഫാരഡ്, മൈക്രോഫാരഡ്, മില്ലി ഫാരഡ് ആണോ ഒക്കെ നോക്കണം. ഇവിടെ മൈക്രോഫാരഡാ. അപ്പൊ 1/2 × π 3.14, ഫ്രീക്വൻസി 50 ഹെർട്സ്. 318 മൈക്രോഫാരഡ് എന്നാൽ 318 × 10⁻⁶. അപ്പൊ നമുക്ക് 10 ഓം കിട്ടി XC. അതുകൊണ്ട് I = എന്താണ്? V/Z. Z = XC. അപ്പൊ നമുക്ക് I 23 കിട്ടി. പിന്നെ അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? V = Vm sin ωt. Vm നമുക്കറിയാം എന്താണ്? Vrms × √2. Vrms തന്നുണ്ട് 230 × √2 sin ഒമേഗ എന്ന് പറഞ്ഞാല് 2πft. അപ്പൊ അതാണ് നമ്മുടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഇനി കറണ്ട് ഇക്വേഷൻ എന്തായിരിക്കും പറഞ്ഞത്? ഇത് എന്ത് സർക്യൂട്ടാണ്? കപ്പാസിറ്റീവ് സർക്യൂട്ട്. കപ്പാസിറ്റീവ് സർക്യൂട്ടില് എന്ത് കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്? വെറും കപ്പാസിറ്റർ, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. സോറി, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യോ ലാഗ് ചെയ്യോ? കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യും by 90 ഡിഗ്രി. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? Im sin ωt + π/2. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ Im എന്ന് പറഞ്ഞാൽ Irms നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 23 × √2 sin ωt + π/2 ഉണ്ട് കേട്ടോ. ഇവിടെ ഇടാൻ മറന്നുണ്ട്. + π/2. എൻ്റെ ഇപ്പൊ പെണ്ണ്, ഒരു മിനിറ്റ്, ഇവിടെ ഒരു + π/2 ഇടണം. +π/2 അവിടെ ബുക്കിൽ ശരിയാക്കുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായി? I 325.5 sin 314t + π/2. അത് കഴിഞ്ഞു. ഇനി അടുത്തത് RC സർക്യൂട്ട്, റെസിസ്റ്റൻസ് 10 ഓം ആൻഡ് ഇൻഡക്ടർ. അപ്പൊ ഇവിടെ R ഉണ്ട്, L ഉണ്ട് കേട്ടോ. RL സർക്യൂട്ടാണ്. അപ്പൊ അതിന്റെ ഇംപിഡൻസ് എന്താ? ഇംപിഡൻസ് ഇക്വേഷൻ എന്താ? Z = √R² + x². ഇവിടെ എന്താ? X എന്ന് പറഞ്ഞാൽ ഇവിടെ XL ആണ്. XL എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2πfl. പിന്നെ കറണ്ട് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? V/Z അല്ലേ. പിന്നെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? cos⁵. ഇക്വേഷൻ എന്താ? R/Z. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്താ? I × R. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്താ? I × L ആണോ? I × L ആണോ? അല്ല, I × XL. ഇത്രയും കാര്യം നമുക്ക് ചെയ്യാലോ. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? R തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, Vrms തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പൊ തുടങ്ങാം. അപ്പൊ
അപ്പൊ ആദ്യം എക്സൽ എന്ന് പറഞ്ഞാൽ എന്താ 2πfl 2 × 3.14 ഇൻറ്റു ഫ്രീക്വൻസി ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ 0.1 ഹെൻറിയാണ് തന്നിട്ടുണ്ട്. മൈക്രോ മില്ലി ഉണ്ടെങ്കിൽ അത് ഇടും വേണം കേട്ടോ. അപ്പൊ നമുക്ക് എക്സൽ കിട്ടി. z = √r² + xl² ചെയ്തു, അത് ചെയ്തു, ഉത്തരം കിട്ടി. i = v/z, v തന്നിട്ടുണ്ട് VRMS/z ചെയ്യുമ്പോൾ IRMS കിട്ടി. cos phi പവർ ഫാക്ടർ r/z, r അറിയാം, z നമ്മൾ കണ്ടുപിടിച്ചു, അപ്പൊ അതും കിട്ടി. VR വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ് ആണ് i ഇൻറ്റു കറണ്ട് ആയി കൂടെ പോണത് i ആണ്, അതിന്റെ റെസിസ്റ്റൻസ് r ആണ്, i ഇൻറ്റു r. VL എന്ന് പറഞ്ഞാൽ i ഇൻറ്റു എൽ എന്ന് എഴുതാറുണ്ട്, കുട്ടികൾ എഴുതല്ലേ. എക്സൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2πfl. ഇനി എന്താ പവർ കൺസ്യൂംഡ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പവർ കൺസ്യൂംഡ് വെറും പവറാണ്. ശരിക്കും AC സർക്യൂട്ടിൽ 3 പവർ ഉണ്ട്. ഒന്നും പറയാണ്ട പവർ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ അത് റിയൽ പവർ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. എന്താ റിയൽ പവറിന്റെ ഇക്വേഷൻ? VI cos phi. 3 പവർ ഉണ്ടല്ലേ, റിയൽ, റിയാക്റ്റീവ്, അപ്പാരന്റ്. റിയൽ പവറിന്റെ ഇക്വേഷൻ VI cos phi. അപ്പൊ നിങ്ങൾക്ക് V അറിയാം, VRMS, I അറിയാം, IRMS, cos phi നമ്മൾ കണ്ടുപിടിച്ചു, r/z. അപ്പോൾ ഉത്തരം കിട്ടി. ഇത്രയും പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രോബ്ലം നിങ്ങളൊരു ഹോംവർക്കായിട്ട് നോക്കുക കേട്ടോ. സൊല്യൂഷൻ തന്നിട്ടുണ്ട്, സൊല്യൂഷൻ ആദ്യം ചാടിക്കറി നോക്കണ്ട, എങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കിക്കോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം.